സക്സസ് ഫയലിലേക്ക് സ്വാഗതം. PSC ബുള്ളറ്റിനിൽ ചെവി എന്ന ടോപ്പിക്കിൽ നിന്നും പഠിക്കുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും നോക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കിതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി. ഓട്ടോളജി എന്നത് ചെവിയെക്കുറിച്ചുള്ള പഠനമാണ്. ചെവിയുടെ പ്രധാന 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. അപ്പൊ ചെവിയുടെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഇനി ബാഹ്യകർണത്തിന്റെ 3 ഭാഗങ്ങൾ, അവ ചെവിക്കുട, കർണനാളം, കർണപുടം അല്ലെങ്കിൽ കർണപടം. അപ്പൊ ചെവിക്കുട, കർണനാളം, കർണപുടം എന്നിവ ബാഹ്യകർണത്തിന്റെ 3 ഭാഗങ്ങളാണ്. പുറമേ നിന്നുള്ള ശബ്ദവീചികളെ ചെവിക്കുള്ളിലേക്ക് നയിക്കുന്ന ഭാഗമാണ് ചെവിക്കുടം. നമുക്കറിയാം, പുറമേ നിന്നുമുള്ള ശബ്ദവീചികളെ ചെവിക്കുള്ളിലേക്ക് നയിക്കുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ചെവിക്കുടയാണ്. ഇനി ചെവിക്കുടയിൽ നിന്നും ചെവിക്കുള്ളിലേക്കുള്ള നാളമാണ് കർണനാളം അല്ലെങ്കിൽ ശ്രവണനാളം എന്ന് അറിയപ്പെടുന്നത്. കർണനാളം അല്ലെങ്കിൽ ശ്രവണനാളം എന്നത് ചെവിക്കുടയിൽ നിന്നും ചെവിക്കുള്ളിലേക്കുള്ള നാളം. കർണനാളത്തിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികൾ സ്രവിപ്പിക്കുന്ന സ്രവമാണ് ചെവിക്കായം. അപ്പൊ ചെവിക്കായം സ്രവിപ്പിക്കുന്ന ഗ്രന്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണ്? കർണനാളത്തിന്റെ ഭിത്തിയിലാണ്. കർണനാളത്തിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥികൾ സ്രവിപ്പിക്കുന്ന സ്രവമാണ് ചെവിക്കായം അല്ലെങ്കിൽ ഇയർ വാക്സ് എന്നത്. സെറുമൻ എന്ന സാങ്കേതിക നാമത്തിൽ അറിയപ്പെടുന്നത് ചെവിക്കായമാണ് സെറുമൻ എന്ന് അറിയപ്പെടുന്നത്. കട്ടി കുറഞ്ഞതും കോണാകൃതിയിലുമായി ചെവിക്കുള്ളിൽ കാണപ്പെടുന്ന സ്ഥലമാണ് കർണപുടം അഥവാ കർണപടം എന്നത്. എന്താണ്? കട്ടി കുറവാണ്, അതുപോലെ ഏതാകൃതിയാണ്? കോണാകൃതിയാണ്. കട്ടി കുറവാണ്, അതുപോലെ കോണാകൃതിയിലുമായിട്ട് ചെവിക്കുള്ളിൽ കാണപ്പെടുന്ന സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ കർണപുടം അല്ലെങ്കിൽ കർണപടമാണ്. ബാഹ്യകർണത്തെയും മധ്യകർണത്തെയും വേർതിരിക്കുന്ന സ്ഥലമാണ് കർണപുടം അല്ലെങ്കിൽ കർണപടം. കർണപടം എന്തിനെയൊക്കെ തമ്മിലാണ് വേർതിരിക്കുന്നത്? ബാഹ്യകർണത്തെയും മധ്യകർണത്തെയും തമ്മിൽ വേർതിരിക്കുന്നു. എന്ത്? കർണപുടം. കർണപുടത്തിന്റെ 2 ഭാഗങ്ങളാണ് പാർട്സ് ഫ്ലാസിഡ, പാർട്സ് ടെൻസ എന്നിവ. അപ്പൊ പാർട്സ് ഫ്ലാസിഡ, പാർട്സ് ടെൻസ എന്നിവ എന്തിന്റെ 2 ഭാഗങ്ങളാണ്? കർണപുടത്തിന്റെ 2 ഭാഗങ്ങളാണ് പാർട്സ് ഫ്ലാസിഡ, പാർട്സ് ടെൻസ എന്നിവ. കർണപുടത്തിലെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് അസ്ഥി ശൃംഖല അല്ലെങ്കിൽ ഇയർ ഓസിൽസ് എന്നത്. കർണപുടത്തിലെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് അസ്ഥി ശൃംഖല. മധ്യകർണത്തിന്റെ 3 ഭാഗങ്ങൾ. മധ്യകർണം മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിസ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നിവ എന്തിന്റെ ഭാഗങ്ങളാണ്? മധ്യകർണത്തിന്റെ ഭാഗങ്ങളാണ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പീസ് എന്നിവ മധ്യകർണത്തിന്റെ ഭാഗങ്ങളാണ്. കർണപുടത്തോട് ചേർന്ന് ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥി മാലിയസ്. മാലിയസ് കർണപുടത്തോട് ചേർന്നിരിക്കുന്നു. ആകൃതി ഏതാണ്? ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് മാലിയസ്. സസ്തനികളിൽ മാത്രം കാണപ്പെടുന്ന ചെവിക്കുള്ളിലെ അസ്ഥി മാലിയസ്. സസ്തനികളിൽ മാത്രം കാണപ്പെടുന്ന ചെവിക്കുള്ളിലെ അസ്ഥിയാണ് മാലിയസ്. കർണപുടത്തിൽ നിന്ന് ശബ്ദവീചികൾ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങളെ ഇൻകസിലേക്ക് എത്തിക്കുന്നത് എന്താണ്? മാലിയസ് ആണ്. അപ്പൊ ശബ്ദ വീചികൾ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങളെ ഇൻകസിലേക്ക് എത്തിക്കുന്നു എന്ത്? മാലിയസ്. മാലിയസുമായി ചേർന്ന് കാണപ്പെടുന്ന അസ്ഥിയാണ് ഇൻകസ്. കൂടക്കല്ലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയിലെ അസ്ഥി ഏത് എന്ന് ചോദിച്ചാൽ ഇൻകസ് ആണ്. ഇൻകസിന്റെ ആകൃതി കൂടക്കല്ലിന്റെ ആകൃതിയാണ്. അപ്പൊ കൂടക്കല്ലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയിലെ ഭാഗമാണ് ഇൻകസ്. കുതിരലാടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ചെവിയുടെ ഭാഗമാണ് സ്റ്റേപ്പിസ്. കൂടക്കല്ലിന്റെ ആകൃതി ഇൻകസിനാണ്. കുതിരലാടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. അപ്പൊ മാലിയസിന്റെ ആകൃതി എന്താണ്? ചുറ്റികയുടെ ആകൃതിയാണ്. ശരീരത്തിലെ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? സ്റ്റേപ്പിസ് ആണ്. ശരീരത്തിലെ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ അസ്ഥി ഏത് എന്ന് ചോദിച്ചാൽ സ്റ്റേപ്പിസ് ആണ്. സ്റ്റേപ്പീസിനെ ഉറപ്പിച്ചു നിർത്തുന്ന മുഖനാഡിയുടെ
നിയന്ത്രണത്തിലുള്ള പേശിയാണ് സ്റ്റേപ്പിഡസ് പേശി. ഫേഷ്യൽ നെർവിന്റെ നിയന്ത്രണത്തിലുള്ള പേശിയാണ് സ്റ്റേപ്പിഡസ് പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഏത് എന്ന് ചോദിച്ചാൽ സ്റ്റേപ്പിഡസ് പേശിയാണ്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമായ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? സ്റ്റേപ്പിഡിയസ് പേശിയാണ്. ചെവിയുടെ ആരോഗ്യത്തിനും ശബ്ദ നിയന്ത്രണത്തിനും സഹായിക്കുന്ന മധ്യകർണത്തിലെ പേശിയാണ് സ്റ്റേപ്പിഡിയസ് പേശി. ചെവിയുടെ ആരോഗ്യം, ശബ്ദ നിയന്ത്രണം എന്നിവയ്ക്ക് സഹായിക്കുന്ന മധ്യകർണത്തിലെ പേശിയാണ് സ്റ്റേപ്പിഡിയസ് പേശി. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴൽ ഏത് ചോദിക്കാറുണ്ട്. മധ്യകർണത്തെ എന്തുമായി ബന്ധിപ്പിക്കുന്നു? ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്നു. എന്ത്? യൂസ്റ്റേഷ്യൻ നാളി. യൂസ്റ്റേഷ്യൻ നാളി. കർണപടത്തിന് ഇരുവശവുമുള്ള വായുമർദ്ദം സമമായി നിലനിർത്തുവാൻ സഹായിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാളി. കർണപടത്തിന് ഇരുവശവുമുള്ള വായുമർദ്ദം സമമായിട്ട് നിലനിർത്തുവാൻ സഹായിക്കുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? യൂസ്റ്റേഷ്യൻ നാളിയാണ്. തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചെവിയുടെ ഭാഗമാണ് ആന്തരഭാഗം. തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചെവിയുടെ ഭാഗം ഏത്? ആന്തരഭാഗം. ആന്തരകർണത്തിന്റെ മുഖ്യ ഭാഗങ്ങളാണ് അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിവ. അപ്പൊ കോക്ലിയ എന്തിന്റെ ഭാഗമാണ്? ആന്തരകർണത്തിന്റെ ഭാഗമാണ്. അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ എന്നിവ എന്തിന്റെ ഭാഗമാണ്? ആന്തരകർണത്തിന്റെ ഭാഗമാണ്. ആന്തരകർണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകങ്ങളാണ് എൻഡോലിംഫ്, പെരിലിംഫ് എന്നിവ ആന്തരകർണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകങ്ങളാണ്. എൻഡോലിംഫ്, പെരിലിംഫ്. തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറയാണ് ബോണി ലാബിരിന്ത്. ബോണി ലാബിരിന്ത്. തലയോട്ടിയിലെ അസ്ഥി നിർമ്മിതമായ അറ ബോണി ലാബിരിന്ത്. അസ്ഥി അറയ്ക്കുള്ളിലെ സ്തര നിർമ്മിതമായ അറകളാണ് മെമ്പറേനിയസ് ലാബിരിന്ത്. മെമ്പറേനിയസ് ലാബിരിന്ത്. അസ്ഥി അറയ്ക്കുള്ളിലെ സ്തര നിർമ്മിതമായ അറകൾ. അസ്ഥി അറയ്ക്കുള്ളിലെ സ്തര നിർമ്മിതമായ അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് എൻഡോലിംഫ്. എൻഡോലിംഫ്. സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പെരിലിംഫ്. അസ്ഥി അറയ്ക്കുള്ളിലെ സ്തര നിർമ്മിത അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം എൻഡോലിംഫും സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരിലിംഫുമാണ്. സ്റ്റേപ്പിസുമായി ചേർന്ന് കാണുന്ന കോശസ്തരം കൊണ്ട് പൊതിഞ്ഞ ദ്വാരമാണ് ഓവൽ വിൻഡോ. സ്റ്റേപ്പിസുമായി ചേർന്ന് കാണുന്ന കോശസ്തരം കൊണ്ട് പൊതിഞ്ഞ ദ്വാരം ഓവൽ വിൻഡോ. കോക്ലിയക്കകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം റൗണ്ട് വിൻഡോ. കോക്ലിയക്കകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് റൗണ്ട് വിൻഡോ. ശരീര തുലന നില പാലിക്കുന്നതിന് സഹായിക്കുന്ന ഭാഗം അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ എന്നിവയാണ്. ശരീര തുലന നില പാലിക്കുന്നതിന് സഹായിക്കുന്ന ഭാഗങ്ങളാണ് അർദ്ധവൃത്താകാര കുഴലുകൾ, വെസ്റ്റിബ്യൂൾ എന്നിവ. അർദ്ധവൃത്താകാര കുഴലുകളുടെ ഉരുണ്ടിരിക്കുന്ന അഗ്രഭാഗമാണ് ആംബ്യൂള. അർദ്ധവൃത്താകാര കുഴലുകളുടെ ഉരുണ്ടിരിക്കുന്ന അഗ്രഭാഗമാണ് ആംബ്യൂള. വെസ്റ്റിബ്യൂളിന്റെ ഭാഗങ്ങളാണ് യൂട്രിക്കൽ, സാക്യൂൾ എന്നിവ. യൂട്രിക്കൽ, സാക്യൂൾ എന്നിവ വെസ്റ്റിബ്യൂളിന്റെ ഭാഗങ്ങൾ ആണ്. ആന്തരകർണത്തിലെ കോക്ലിയയുമായി യോജിച്ചിരിക്കുന്ന വെസ്റ്റിബ്യൂളിന്റെ ഭാഗമാണ് സാക്യൂൾ. എവിടെയാണ്? ആന്തരകർണത്തില് കോക്ലിയയുമായിട്ട് യോജിച്ചിരിക്കുന്ന വെസ്റ്റിബ്യൂളിന്റെ ഭാഗം സാക്യൂൾ. വെസ്റ്റിബ്യൂളിലെ ചുണ്ണാമ്പുതരികൾ ഓട്ടോലിത്ത്. വെസ്റ്റിബ്യൂളിലെ ചുണ്ണാമ്പുതരികൾ ഓട്ടോലിത്ത്. കേൾവിക്ക് സഹായിക്കുന്ന ചെവിയുടെ ഭാഗം ഏതാണ്? കേൾവിക്ക് സഹായിക്കുന്ന ചെവിയുടെ ഭാഗമാണ് കോക്ലിയ. കോക്ലിയയുടെ അറകളുടെ എണ്ണം 3 ചോദിക്കാറുള്ള ചോദ്യമാണ്. കോക്ലിയയുടെ അറകളുടെ എണ്ണം എത്രയാണ്? 3 അറകളാണ്. ആന്തരകർണത്തിൽ ഒച്ചിന്റെ തോടിനോട് സമാനമായി കാണപ്പെടുന്ന ഭാഗമാണ് കോക്ലിയ. ആന്തരകർണത്തില് ഒച്ചിന്റെ തോടിനോട് സമാനമായിട്ട് കാണപ്പെടുന്ന ഭാഗം കോക്ലിയ. ഇതും ചോദിക്കാറുണ്ട്. ചെവിയിൽ ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോക്ലിയയിലാണ്. ചെവിയിൽ ശബ്ദഗ്രാഹികൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? കോക്ലിയയിൽ സ്ഥിതി ചെയ്യുന്നു.
കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം, കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരിലിംഫ്. കോക്ലിയയുടെ മധ്യ അറയിലെ ആന്തരഭിത്തിയിൽ സംവേദകോശങ്ങൾ നിറയെ കാണപ്പെടുന്ന ഭാഗം ഓർഗൻ ഓഫ് കോട്ടി. കോക്ലിയയുടെ മധ്യ അറയിലെ ആന്തരഭിത്തിയിൽ സംവേദകോശങ്ങൾ നിറയെ കാണപ്പെടുന്ന ഭാഗമാണ് ഓർഗൻ ഓഫ് കോട്ടി. ചെവിയിൽ ശബ്ദ തരംഗങ്ങൾ നാഡീപ്രേരകങ്ങളായി രൂപാന്തരപ്പെടുന്ന ഭാഗം എവിടെയാണ്? ഓർഗൻ ഓഫ് കോട്ടിയിലാണ്. ചെവിയിലെ ശബ്ദ തരംഗങ്ങൾ നാഡീപ്രേരണങ്ങളായിട്ട് രൂപാന്തരപ്പെടുന്ന ഭാഗം ഓർഗൻ ഓഫ് കോട്ടി. ഓർഗൻ ഓഫ് കോട്ടിയിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നത് ശ്രവണനാഡിയാണ്. ഓർഗൻ ഓഫ് കോട്ടിയിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നത് ശ്രവണനാഡി. കോക്ലിയയെ 3 അറകളായി തിരിക്കുന്നത് ബേസിലാർ സ്തരമാണ്. കോക്ലിയയെ 3 അറകളായിട്ട് തിരിക്കുന്നത് ബേസിലാർ സ്തരം. മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. മനുഷ്യന് കേൾക്കുവാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ പരിധി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. കേൾവി പരിശോധിക്കുന്ന ഉപകരണമാണ് ഓട്ടോസ്കോപ്പ്. ഓട്ടോസ്കോപ്പ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? കേൾവി ശക്തി. കേൾവി പരിശോധിക്കുന്ന ഉപകരണമാണ് ഓട്ടോസ്കോപ്പ്. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓട്ടോലാരിങ്കോളജി. ചെവി, മൂക്ക്, തൊണ്ട എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഓട്ടോലാരിങ്കോളജി. കർണപുടത്തിൽ ഉണ്ടാകുന്ന ദ്വാരങ്ങൾ, കീറലുകൾ എന്നിവ ചികിത്സിക്കുന്നതിനുള്ള ശസ്ത്രക്രിയയാണ് ടിംപാനോപ്ലാസ്റ്റി. ടിംപാനോപ്ലാസ്റ്റി എന്നത് കർണപുടത്തിൽ ഉണ്ടാകുന്ന ദ്വാരങ്ങൾ, അതുപോലെ കീറലുകൾ എന്നിവയെ ചികിത്സിക്കുന്നതിനുള്ള ശസ്ത്രക്രിയയാണ് ടിംപാനോപ്ലാസ്റ്റി. ചെവിയുടെ ആകാര ഭംഗി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശസ്ത്രക്രിയയാണ് ഓട്ടോപ്ലാസ്റ്റി. ഓട്ടോപ്ലാസ്റ്റി എന്താണ്? ചെവിയുടെ ആകാര ഭംഗി വർദ്ധിപ്പിക്കുന്നതിനുള്ള ശസ്ത്രക്രിയയാണ് ഓട്ടോപ്ലാസ്റ്റി. അപ്പോൾ PSC ബുള്ളറ്റിനിൽ ചെവി എന്ന ഒരു ഭാഗത്തു നിന്നും 52 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.